നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ബന്ധുരാത്മാന്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അടുത്തതായി പദച്ഛേദം ശ്രദ്ധിക്കുക. ബന്ധു ആത്മാ ആത്മനഃ തസ്യ യേന ആത്മാ ഏവ ആത്മനാ ജിതഃ അനാത്മനഃ തു ശത്രുത്വേ വർത്തേത ആത്മായേവ ശത്രുവത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യേന ആത്മനാ ഏവ ആത്മാ ജിതഃ തസ്യ ആത്മനഃ ആത്മാ ബന്ധുഃ തു അനാത്മനഃ ആത്മാ ഏവ ശത്രുത്വേ ശത്രുവത് വർത്തതേ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. യാതൊരുവൻ ആത്മനിയന്ത്രണത്താൽ ആത്മാവിൻ്റെ മുകളിൽ വിജയം നേടിയിരിക്കുന്നുവോ അവന് സ്വാത്മാവ് എപ്പോഴും ബന്ധുവാകുന്നു. എന്നാൽ സ്വന്തം അന്ധക്കരണത്തെ, ചിത്തത്തെ, മനസ്സിനെ കീഴടക്കാൻ കഴിയാത്ത വ്യക്തിക്കാകട്ടെ ശത്രുഭാവത്തിൽ പ്രവർത്തിക്കുന്ന അതേ ആത്മാവ് തന്നെ ശത്രുവായി, രിപുവായി ഭവിക്കുകയും ചെയ്യുന്നുവെന്ന് സാരം. നമസ്തേ.